ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ. അതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദെൻ അതിൻ്റെ യൂണിറ്റ്സ് പഠിച്ചിരുന്നു. ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കണ്ടിരുന്നു രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, ബേസ് ക്വാണ്ടിറ്റി ഓർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഇനി രണ്ട് യൂണിറ്റ്സും ഉണ്ട്. ബേസ് ക്വാണ്ടിറ്റി ഓർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് ബേസ് യൂണിറ്റും ദെൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് ഡിറൈവ്ഡ് യൂണിറ്റും. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ടു ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്, ബേസ് ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും. ഇതിൽ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി വരുന്നത് ബേസ് ക്വാണ്ടിറ്റി എന്നാണ്. പക്ഷേ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റിയാണ്, ഇനി അതിൽ വേറെ ആഡ് ചെയ്യുകയല്ല. ഈ ബേസ് ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ ഏതൊക്കെ ബേസ് ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു എക്സ്പ്രഷൻ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷൻസ് ഈ ഡയമെൻഷൻസ് എന്താണ് എന്ന് നോക്കാം. ബേസ് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടിരുന്നു. ബേസ് ക്വാണ്ടിറ്റി 7 ബേസ് ക്വാണ്ടിറ്റീസ് ആണുള്ളത് പറഞ്ഞു. കൂടാതെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. 7 ബേസ് ക്വാണ്ടിറ്റീസ് ലെങ്ത്, ടൈം, മാസ്, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറൻറ്റ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്. ഇതെല്ലാം ആണ് ബേസ് ക്വാണ്ടിറ്റീസ്. കൂടാതെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും ഉണ്ടായിരുന്നു, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഇനി ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ ഒരു എക്സാമ്പിൾ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. ഈ ബേസ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്തുണ്ടാക്കിയതാണ്. ദെൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ദ പവേഴ്സ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ടു ഗെറ്റ് ഇറ്റ്സ് യൂണിറ്റ്. ഇതാണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ക്വാണ്ടിറ്റീസിൽ, അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ ഏതൊക്കെ ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു എക്സ്പ്രഷൻ, അതാണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ കണ്ടിരുന്നു ബേസ് ക്വാണ്ടിറ്റീസ് 7 ഉണ്ട്. ദെൻ 7 ബേസ് ക്വാണ്ടിറ്റീസ് ലെങ്ത്. ലെങ്ത് എന്ന് പറയുന്നത് ഒരു ബേസ് ക്വാണ്ടിറ്റി ആണ്. ഇനി ഈ ബേസ് ക്വാണ്ടിറ്റിക്ക് ഒരു ഡയമെൻഷൻ ഉണ്ട്. നമ്മൾ ഡയമെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിന് ഉള്ളിലായിരിക്കും. ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലായിരിക്കും ഡയമെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ലെങ്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ എൽ ആയിരിക്കും. ലെങ്തിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ആണ്. ലെങ്ത് എന്നുള്ള ബേസ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ആണ് ക്യാപിറ്റൽ എൽ. ഇത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എടുത്തു. ഇനി മാസ്. നെക്സ്റ്റ് ബേസ് ക്വാണ്ടിറ്റി മാസ് ക്യാപിറ്റൽ എം ആണ് അതിൻ്റെ ഡയമെൻഷൻ. ദെൻ ടൈം. ഡയമെൻഷൻ ക്യാപിറ്റൽ ടി. ദെൻ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ഇലക്ട്രിക് കറൻറ്റ്. ഇലക്ട്രിക് കറൻറ്റ് ഡയമെൻഷൻ ക്യാപിറ്റൽ എ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ക്യാപിറ്റൽ ഐ കൊടുക്കാറുണ്ട്. നമ്മൾ ക്യാപിറ്റൽ എ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ
ഫിഫ്ത്ത് വൺ ടെമ്പറേച്ചർ. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ നമ്മൾ കണ്ടിരുന്നു. ക്യാപിറ്റൽ K ആണ് ടെമ്പറേച്ചറിൻ്റേത്. ദെൻ സിക്സ്ത് വൺ ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് നമുക്കറിയാം. ലൂമിനസ് ഇൻറ്റൻസിറ്റി ഡയമെൻഷൻ CD ആണ്. സിയും ഡിയും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. ദെൻ സെവൻത്ത് വൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അത് MOL മോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. ഇതാണ് നമ്മുടെ 7 ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ്. ലെങ്ത് ക്യാപിറ്റൽ L, മാസ് ക്യാപിറ്റൽ M, ടൈം ക്യാപിറ്റൽ T, ഇലക്ട്രിക് കറൻറ്റ് ക്യാപിറ്റൽ A, ടെമ്പറേച്ചർ ക്യാപിറ്റൽ K, ലൂമിനസ് ഇൻറ്റൻസിറ്റി CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. നമ്മൾ വായിക്കുന്നത് ഡയമെൻഷൻ ഓഫ് L ആണ്. ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഈ ബേസ് ക്വാണ്ടിറ്റീസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അതിൻ്റെ ഡയമെൻഷൻസും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്കറിയാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ബേസ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. മീൻസ് ഏരിയ, ലെങ്ത് ഇൻറ്റു ലെങ്ത്, വോളിയം L3, ദെൻ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. ദെൻ ഇത് ഏതിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞു തന്നിരുന്നു. ദെൻ ആ ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ദെൻ ഏത് ബേസ് ക്വാണ്ടിറ്റിയിൽ നിന്ന് വരുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ എഴുതാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവിടെ ഈ 7 ബേസ് ക്വാണ്ടിറ്റീസും അതിൻ്റെ ഡയമെൻഷനും നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഈ 7 ബേസ് ക്വാണ്ടിറ്റീസ് വെച്ച് നമുക്ക് എഴുതണം. അതിനെ നമ്മൾ ഡയമെൻഷൻ ഓഫ് ഫോർമുല എന്നാണ് വിളിക്കുന്നത്. ഈ 7 ബേസ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിട്ട് എഴുതുന്നതിന് നമ്മൾ ഡയമെൻഷൻ ഓഫ് ഫോർമുല എന്ന് വിളിക്കും. ദെൻ ഡയമെൻഷൻ ഓഫ് ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ വിച്ച് ഷോസ് ഹൗ ആൻഡ് വിച്ച് ഓഫ് ദ ബേസ് ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഏതെല്ലാം ബേസ് ക്വാണ്ടിറ്റീസ് ആണ് ഡയമെൻഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ഏതൊക്കെ എങ്ങനെയെല്ലാം, അതാണ് ഡയമെൻഷൻ ഫോമുല എന്ന് പറഞ്ഞാൽ. ഇനി ഡയമെൻഷനും ഡയമെൻഷൻ ഫോമുലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ പറയുന്ന പോലെ തന്നെയുള്ളൂ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെഫിനേഷൻ നമ്മൾ പറയാറുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ, അതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. ദെൻ വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം I. ദെൻ അത് തമ്മിലുള്ളൊരു വ്യത്യാസം, അത് മാത്രമാണ് ഈ ഡയമെൻഷൻ ഫോമുലയും തമ്മിലുള്ള വ്യത്യാസം വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഡയമെൻഷൻ ഫോമുല ഓഫ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ് പഠിക്കേണ്ടത്, അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും നമുക്ക് വേണ്ടത് മാസ്, ലെങ്ത്, ടൈം, ഇത് മൂന്നും ആണ്. MLT നമ്മൾ മെയിൻ ആയിട്ടും ഇത് മൂന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഡയമെൻഷൻ ഫോമിൽ എഴുതുന്നത്. ഇത് എല്ലാം ഉണ്ട് എങ്കിലും നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഈ 3 ക്വാണ്ടിറ്റീസാണ്: മാസ്, ലെങ്ത്, ടൈം. ദെൻ ഇതിൻ്റെ മാസ് എത്ര, ലെങ്ത് എത്ര, ടൈം എത്ര, ഇതെല്ലാം പവർ ഫോമിൽ എഴുതും. ദെൻ നമുക്ക് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ എഴുതുന്നത് MLT എന്ന ഫോമിൽ എഴുതും. ഇനി മാസിൻ്റെ ക്വാണ്ടിറ്റി എത്രയെണ്ണമുണ്ട്, ദെൻ ലെങ്ത് എത്രയെണ്ണമുണ്ട്, ആൻഡ് ടൈം എത്രയുണ്ട്, അത് പവേഴ്സിലായിട്ട് നമ്മൾ എഴുതും. ഇതിനെയാണ് നമ്മൾ ഡയമെൻഷൻ ഫോമുല എന്ന് വിളിക്കുന്നത്. M⁴A
L⁻⁵ T⁻⁶. ഇത് നമ്മൾ ഡയമെൻഷൻ ഫോർമുല എന്ന് വിളിക്കുന്നത്. A, B, C എന്ന് പറയുന്ന പവേഴ്സ് ആണ്. ദെൻ ചിലപ്പോൾ ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ മാസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ എമ്മിൻ്റെ മേലെ ഉള്ള പവർ, ദാറ്റ് ഈസ് എക്ക് 0 ഇട്ട് കൊടുക്കും. ഇനി ചില കേസിൽ ലെങ്ത് ഉണ്ടാവില്ല. ആ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ, അത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ലെങ്ത് എന്നുള്ള ബേസ് ക്വാണ്ടിറ്റി ചിലപ്പം കാണില്ല. ആ സമയത്ത് ബി എന്ന ക്വാണ്ടിറ്റി 0 ഇട്ട് കൊടുക്കും. ഇനി ടൈം ഇല്ല എങ്കിൽ സെയിം വേ സിക്ക് 0 ഇട്ട് കൊടുക്കും. ഇനി മാസ് ഉണ്ട്, മാസ് എത്ര ടൈംസ് ഉണ്ട് അത് എന്നുള്ളത് ഇവിടെ പവേഴ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. സോ നമുക്കൊരു ഡയമെൻഷൻ ഫോർമുല കാണുമ്പോൾ അതിൽ ഏതെല്ലാം ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതെല്ലാം ബേസ് ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഡയമെൻഷനിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് യൂണിറ്റും കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിന്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ചെക്ക് ചെയ്യാം.